ഇവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്നത് കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ വലിയ പ്രതിഷേധം. ഭക്തർക്കൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് BJP ഇതാ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഈ മാസം 10-ന് ശേഷമായിരിക്കും. 10-ന് ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷം ഔദ്യോഗികമായ അന്വേഷണം തുടങ്ങാനാണ് തീരുമാനം. ഉത്തരവിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ മാസം 10-ന് ശേഷം ഔദ്യോഗികമായി അന്വേഷണം തുടങ്ങാൻ തീരുമാനമെടുത്തത്. ദേവസ്വം വിജിലൻസ് ഈ മാസം 10-ന് അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇതിനുശേഷം അന്വേഷണം തുടങ്ങാനാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്യാനാണ് നിലവിലെ ആലോചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കിയാകും FIR രജിസ്റ്റർ ചെയ്യുക. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്നാണ് നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെയും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും. തുടർന്ന് ആവശ്യമെങ്കിൽ ഇവരെയും പ്രതി ചേർക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതിനാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ നിയമിക്കുന്നതും പരിഗണനയിലാണ്. അതേസമയം അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ കേസ് CBIക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.